ഹായ്, ഞാൻ നാജാസ് ഹോം ഗാർഡന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു കുറച്ച് മെലസ്റ്റോമ പ്ലാന്റിനെ പരിചയപ്പെടാം. 4 കളർ മെലസ്റ്റോമ പ്ലാന്റാണ് നമ്മൾ ഇന്ന് സെയിലിനായിട്ട് വെച്ചിട്ടുള്ളത്. ഒന്ന് നമ്മളെപ്പോഴും കാണുന്ന വയലറ്റ്, പിന്നെ ഇത് ലൈറ്റ് വയലറ്റ്, പിന്നെ പിങ്ക് എല്ലാം നല്ല ആരോഗ്യമുള്ള പ്ലാന്റുകളാണ്. ഫ്ലവർ മൊട്ടൊക്കെ വന്നു തുടങ്ങിയ പ്ലാന്റുകളാണ്. വയലറ്റ് ഇതൊരു ബേബി പിങ്ക് ആണ്. ഇത് അധികം എവിടെയും കിട്ടാത്ത, ഞാൻ തന്നെ സെയിൽ ചെയ്തിട്ടുള്ള ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള, ഒരുപാട് സെയിൽ ചെയ്തിട്ടുള്ള ഒരു മെലസ്റ്റോമയാണിത്. ഇപ്പം ഫ്ലവർ വിരിഞ്ഞതില്ല, മുട്ട ഉണ്ട്, എല്ലാത്തിലും നിറച്ച് മുട്ട ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പിക്ചർ ഞാൻ നേരത്തെ ഞാൻ ഇട്ട വീഡിയോയിലുള്ളതിൽ എടുത്ത് നിങ്ങളത് കാണിക്കാം. ഇതെല്ലാം മുട്ട ഉള്ളതാണ്. അങ്ങനെ ഈ 4 വെറൈറ്റി മെലസ്റ്റോമയ്ക്കും കൂടി 250 രൂപ പ്ലസ് കൊറിയർ ചാർജാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ്. മെലസ്റ്റോമ പ്ലാന്റിന് വലിയൊരു കെയറിംഗ് ഒന്നും ആവശ്യമില്ലാത്ത ഒരു പ്ലാന്റാണ് മെലസ്റ്റോമ. അത്യാവശ്യം നമുക്കൊരു കുറ്റിച്ചെടിയായിട്ട് പോട്ടിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. തറയിൽ നട്ടാൽ മരം പോലെ അങ്ങനെ വളർത്തി വലുതാക്കിയും വളർത്താം. കുറ്റിച്ചെടിയായിട്ട് വളർത്താൻ പറ്റുന്ന, നിറച്ച് നമ്മളെ ഗാർഡനിൽ എപ്പോഴും ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റാണ് മെലസ്റ്റോമ. വലിയ കെയറിങ് വേണ്ട, എന്നാൽ അത്യാവശ്യം നല്ലപോലെ വളങ്ങൾ കൊടുക്കണം. ഫ്ലവർ ഒരുപാട് ഇടുന്ന പ്ലാന്റ് ആയതുകൊണ്ട് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ 2-3 പ്രാവശ്യം ഏതെങ്കിലും നല്ല ജൈവവളം, എല്ലുപൊടി, വേപ്പപിണ്ണാക്ക്, കപ്പലണ്ടി പിണ്ണാക്ക് പുളിപ്പിച്ചതാണ് ഏറ്റവും നല്ല ബെസ്റ്റ് വളം. അത് കഴിഞ്ഞിട്ട് DAP പോലുള്ള വളങ്ങളും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്ലാന്റ് നിറച്ച് നമ്മൾ വളം കൊടുക്കുന്നതിനനുസരിച്ച് പൂവ് തരുകയും നല്ല ഭംഗിക്ക് നിൽക്കുകയും ചെയ്യുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ ഈ 4 പ്ലാന്റിനും കൂടി ഇതാണ് റേറ്റ്, 250 പ്ലസ് കൊറിയർ ചാർജ്. ഇത് ആവശ്യമുള്ളവർ ഞങ്ങൾ താഴെ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും ചെയ്യും, ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുന്നുള്ള പ്രതീക്ഷയിൽ, വിശ്വാസത്തിൽ ഞാൻ നിർത്തുന്നു. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.